ഓം നമോ ഭഗവതീ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥ. ഓം ഉദ്ദിത്കോടിദിവാകരാഭനിശം ശംഖം ഗദാപങ്കജം ചക്രം ബിഭ്രതമിന്ദിരാ വസുമതീ സംശോഭിപാർശ്വദ്വയം കേയൂരാംഗദഹാരകുണ്ടലധരം പീതാംബരം കൗസ്തുഭോദീപ്തം വിശ്വധരം സ്വവക്ഷവിലസ ശ്രീവത്സചിഹ്നം ഭജേ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. വിശുദ്ധം വരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തർഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. മഹാരത്നപീഠേ ശുഭേ കൽപ്പമൂലേ സുഖാസീനമാദിത്യകോടി പ്രകാശം സദാ ജാനകീ ലക്ഷ്മണോ വേദമേകം സദാ രാമചന്ദ്രം ഭജേഹം ഭജേഹം. നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ ഹരേ നാരായണ ഹരേ, നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമ രമാരമണ ത്രിലോകീപദേ രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലേതുമേ. ചാരിക പൈതലേ ചൊല്ലു ചൊല്ലുന്നിനി ചാരു രാമായണ യുദ്ധം മനോഹരം വിധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ
ചന്ദ്രാനനേ ചെവി തന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞത് കേട്ടുള്ളിലാരൂഢമോദാലരുൾ ചെയ്തിതാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ ചിത്തേ നിരൂപിക്ക പോലും അശക്യമാബ്ദിശതയോജനായത ശ്രമം ലംഘിച്ചു രാക്ഷസ വീരരെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചിതോ വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങും ഒരു നാളുമില്ലെന്ന് നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും ഇന്ദ്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരുതിയെ കടന്നിടുന്നു. നമ്രമകരചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോട് മുടിക്ക് ഞാൻ ദേവിയെ എന്ന് കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ട് സുഗ്രീവനും പുനരാമയം തീരുമാറാശ ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച് വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു. ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മനസ്സേ, ചിന്തയാകുന്നത് കാര്യവിനാശിനി. ആരാലും ഓർത്താ ജയിച്ചു കൂടാതൊരു ശൂരരി കാണായ വാനര സഞ്ചയം വഹിനിയിൽ ചാടേണമെന്ന് ചൊല്ലിയിടലും പിന്നെയാമെന്ന് ചൊല്ലുന്നവരില്ലവർ. വാരിതിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം ഭുക്കി തിന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തെങ്കലാരെതിർക്കുന്നിതു രാഘവാ നിന്ദിര മുൻപിൽ മഹാരണെ. ഹസ്ത്രേണ ശോഷണം ചെയ്യ ജലധിയെ സത്വരോ ചെയ്തു ബന്ധിക്കലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺക രഘുപതേ. ഭക്തിശക്തിയന്വിതമിത്രപുത്രോക്തികളിധമാകർണ്യകാകുൽസ്ഥനും ദക്ഷണേ. മുമ്പിലാമാറുതു തൊഴുതു നിൽക്കും വായു സംഭവനോട് ചോദിച്ചരുളീടിനാൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാഭവാൻ. എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികുടാചലം വളർന്ന അത്യുന്നതമതിൻ മൂർധനീ ലങ്കാപുരം. പ്രാണഭയമില്ലാതെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി. വിസ്താരമുണ്ടങ് 700 യോജന പുതൻ കനകമതിലിൻ ചുറ്റുമേ. ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതിശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടോരുപോലെ. 7നും 4 ഗോപുരപംക്തിയും
ചൂഴവുമായി 28 ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാല പങ്ക്തിയും അണ്ടർഗോൻ ദിക്കിലേ ഗോപുരം കാപ്പതിനുണ്ട് നിശാചരന്മാർ 10,000 ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ട് 100,000 സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ട് 10,100,000 ഉത്തര ഗോപുരം കാത്തു നിൽപ്പാൻ അതിശക്തരായുണ്ട് 1 കോടി നിശാചരർ ദിക്കുകൾ 4-ലുമുള്ളതിൽ അർദ്ധമുണ്ടഗ്രതയോട് നടുവുകാത്തിടുവാൻ അന്തപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാവഹം പറയാവല്ലനന്തനും തൽപുരം തന്നിൽ നീളത്തിരഞ്ഞീനഹം മൽപിതാവിൻ നിയോഗേന ജന്നേൻ ബലാൽ പുഷ്പിതോദ്യാനദേശേ മനോമോഹനേ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനേൻ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ദക്ഷിണേന കൊന്നിടിനേൻ രക്ഷോവരാത്മജനാകിയ ബാലകൻ അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരക്കി പറഞ്ഞിടുവിൻ മന്നവാലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യമൊടുക്കി വേഗേന പോയി കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്റെ വൃത്തിരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെ എന്ന നേരം കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാനഗ്രജൻ തന്നോടു മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ കടയാളപ്പെടുത്തതും നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ വാലധികഗ്നി കൊളുത്തുവാൻ സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോളടിയനും ചുട്ടുപൊട്ടിച്ചേൻ 200 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവായ ലങ്കയിലുള്ള പടയിൽ 4 മുടുക്കിനീൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനിക്കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക നാം യുദ്ധസന്നദ്ധരായ ഗതരോഷം മഹാപ്രസ്ഥാനമാശു ഒരു വിക്രമ സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനനഹും കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജനേത്രേ കൊണ്ടുപോരാം വിഭോ പങ്കജനേത്ര പരംപുരുഷ പ്രഭോ
അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ. സഞ്ജാതകൗതുകം സംഭാവ്യ സാദരം മഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം. രക്ഷോ ജനശ്രമാമൂലം ഗതിപ്രദം ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം. സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാതി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപ്പിമ്പേ. സുമിത്രാത്മജനങ്കന അംഗദോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക. മറ്റുള്ള വീരരും നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലിശൂലി സമാനനാം മൈന്ദൻ വിവിധനും പങ്കജസംഭവസൂന സുഷേണനും തുങ്കൻ നളനും ശതബലിദാരനും ചൊല്ലുള്ള വാനരനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുക. ഏതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നത് പോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു പിടിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം. രാത്രിഞ്ചരേശ്വരരാജ്യം പ്രതി പരമാസ്തയാവേഗാൽ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർധി നടന്നെടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കവികുലം ദക്ഷിണ സിന്ധുതന്നുത്തരതീരവും ബുക്കും മഹേന്ദ്രാചലാന്തികേ മേവിനാൻ. മാരുതി തന്നെ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലേഴിഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രരും വാരുതി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരുതി തന്നെ പശ്ചിമതീരം പ്രവേശിച്ചപ്പോൾ കൃപാധിപൻ സൂര്യാത്മജനോടരുൾ ചെയ്തിതാശുനാം വാരിയുമുത്തു സന്ധ്യാവന്ദനം ചെയ്തു വരാനിധിയെ കടപ്പാനുപായവും. ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്കവേണമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം. സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രീഞ്ചരന്മാർ ഉപദ്രവിച്ചിടുവോർ. ഏവമരുൾ ചെയ്തു സന്ധിയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ടു മാനസേ വീതി കലർന്നു മരുവിനാർ.
നക്രചക്രൗഘഭയങ്കരമിത്രയുമുഗ്രം വരുണാലയം ഭീമനീസുനം അത്യുന്നതരംഗകാഠ്യമഘാതമിരുത്തുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടഞ്ഞു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും മന്ദബുദ്ധ്യ രാമപാർശ്വമരുവിന ചന്ദ്രനും അപ്പോഴുദിച്ചു പൊങ്ങിയിടിനാൻ. ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ദുഃഖഹർഷഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിലുള്ളവയെങ്ങനെ സുജ്ഞാനരൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കണ്ടിലോ. സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സംപ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരാത്മാ പരമ്പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്ക് തോന്നും വൃഥാ ദുഃഖിയെന്നും സുഖിയെന്നുമല്ല മതുമൊക്കെ ഓർത്താലബുധന്മാരുടെ മതം. അകഥ നിൽക്ക ദശരഥപുത്രന്മാർക്കാത്മജാതികളായ കവികളും വരാനിധിക്ക് വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശംഖാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോട് മന്ത്രനികേതനം പൊക്കിരുന്നീടിനാൻ ആതിഥേയാ സുരേന്ദ്രാദികൾക്കുമരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കുകയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂക്കോട് വന്ന കമ്പുക്കോരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞോരു ദീനത കൂടാതഴിച്ചാനുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ച് സമുദ്രവും ലംഘനം ചെയ്തോരു സങ്കടമെന്നിയേ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിലെത്രയും നാണമാവില്ലോരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദി തന്നുത്തരതീരെ വരുന്നോർ കർത്തവ്യമെന്ത് നമ്മാലിനി എന്നതും ചിതേ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രവിശാരദന്മാർ നിങ്ങൾ എന്നോട് മന്ത്രികൾ ചെന്നത് കേട്ടതു മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നു നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവുമിധം ത്രിവിധമായുള്ള വിചാരവും സാധ്യാമിതമിതം ദുസ്സാധ്യമാമിതം ശ്രാശ്യമല്ലെന്നുള്ള മൂന്ന് പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടമൊഴിഞ്ഞു
തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തോ സമ്മതം മാമകം നിന്നനന്തീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതു മൂത്തമ്മ. പിന്നെ രണ്ടാമത് മധ്യമം ചൊല്ലുവൻ. ഓരോ തരം പറഞ്ഞൂനങ്ങളുള്ളതും തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതി തന്നെ മധ്യമായി ഇവനുമുള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവതോ മധ്യമായുള്ള മന്ത്രമെതന്യേ ചിതാഭിമാനീനതാൻ പറഞ്ഞതും സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതും ബാധിച്ച മറ്റേവനും പറഞ്ഞിഷ്യാകാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ട് പരസ്പരം നിന്ദയും പൂണ്ട് പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളൊന്നതം ധമമെത്രയും അധർമ്മമെത്രയോ. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചെന്നത് കേട്ടുള്ള വിങ്കിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയോ മോർത്തോളമുള്ളിലേതെന്നൊരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ. മർത്യനാം രാമങ്ങൾ എന്നു ഭയം തവചിത്തേ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃതാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാ വിനിക്ഷിപ്യാപത്തനീ സത്വരം വിശ്രുതയായൊരു കീർത്തിയും വളർത്തുന്നതും പുത്രനാമേഘനാഥനതോർക്ക നീ വിത്തേശനേ പുരായുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരെ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയും ഓർത്തു കണ്ടോളൂ. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകും. ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരും മറ്റുള്ളത് ചൊല്ലു നീ. പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലണമോ. കൈലാസ ശൈലമിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ. മൂലമുണ്ടോ വിഷാദിപ്പാൻ മനസ്സിത്തേ. ത്രൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു വരുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം. നാം ഒന്നപേക്ഷിക്ക കാരണാലേതും ഒരാമയമെന്നീ പോയിക്കൊണ്ടതും അവൻ ഞങ്ങളാരാനും അറിഞ്ഞാകിലൊന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. യുദ്ധം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോരോ പ്രതിജ്ഞ ചൊല്ലിനാൻ. മാനമോടിന്നിനി ഞങ്ങളതിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജ്യോതിയുമില്ലെന്നത് വരും. ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും ഭാരമിളക്കം നമുക്കതോ. ഉൾത്താരിലോർത്തരുളേണം ജഗൽ പ്രഭോ. നർത്തഞ്ചരവരരുദ്ധം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും.
നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. കാടകാടം ഉണർന്നുടമോദം നിജപീഠത്തിൻ പീഠമതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അഗ്രജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരമുൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുകെന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതോ നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനീക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ. സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൽ ദവനാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവിക ഭവാനുമകപ്പെട്ടു. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചൊല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ. മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതു. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനെയും നീയതോ നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേ. ഖേദമുണ്ടാകരുതേതുമേ. ദേഹത്തിനന്തരം വന്നുവോ മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷന് വന്നിടുമാവത്തു നിർണയമോർത്തു കാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാനാശു വരുവനനുജ്ഞയെ ചെയ്യിലെന്നശരാധീശ്വരനോടു ചൊല്ലിയിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോട് പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ. നല്ലത് ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുബ്ധഘ്നജ്ഞാന്തകാദികളും ധതാ. കുംഭകർണൻ ജംബുവാലി പ്രജംഘനും കുംഭൻ നികുംധനകമ്പനൻ കമ്പന്നൻ വമ്പൻ മഹോദരനും മഹാവാസനും കുംഭനും ത്രിശിരസതികായനും
വേദാന്തകനും നരാന്തകനും മറ്റു വിദേവാരികൾ വജ്രദ്രംഷ്ടാദിവീരരും യൂപാക്ഷനും ചോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ചു വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടെടോ നേരെ പൊരുതി ജയിപ്പതിനാരുമേ ശ്രീരാമനോട് കരുതായിക മാനസേ. ശ്രീരാമനായത് മനുഷ്യനല്ല കേളാരെന്നറിവാനുമല്ലൊരുവനും ദേവേന്ദ്രനുമല്ല വഹിനിയുമല്ലവൻ വൈവസ്വതനും നിരീതുമല്ല കേൾ പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തീശനുമല്ല അവനീശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാദിവനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലേ കാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ കൊന്നിരുപത്തോർ തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മന്നിൽ അവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെ ഒടുക്കുവാൻ എന്നറിഞ്ഞിടുന്നു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിയിടുവാൻ സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും ഭുക്തിയും നൽകും ജനാർദ്ദനൻ ആശ്രിതവത്സരൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം നിത്യമായി സേവിച്ചു കൊൾക്കമടിയാതെ മൈഥിലി ദേവിയെ കൊണ്ട് കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കെന്ന് ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകം പുക്ക നേരത്തെ അതിപാലകൻ താടകേ കുല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്കോ ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക് നീ ത്രയംബകം വില്ല് കണ്ടിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്നഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നിവിടേക്ക് വന്നർണോ ജനേന്ദ്രേ കണ്ടു പറഞ്ഞുടൻ വാഹിനിക്ക് ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേതവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോട് വൈരം വിധ തന്നൊങ്കി തന്നെ കൊടുക്കമടിയാതെ നഷ്ടമതികളായിടും ആദ്യന്മാരിഷ്ടം പറഞ്ഞ് കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയായിരിക്കേണ്ടെങ്കിൽ
കാലം വൈകാതെ കൊടുക്ക വൈദേഹി. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോട് പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ പിൽപ്പാട് നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടും രക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലില്ലെന്ന് നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാളല്ല പോകുന്ന വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനേ. ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമശരമേറ്റു മൃത്യു വരുന്നേരമായമുള്ളിൽ എനിക്കുണ്ടത് കൊണ്ടു നേരെ പറഞ്ഞു തരുന്നത് ഞാനിനി. താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചു ഉടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്ന് തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രണി സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും ഓർക്ക നീ. രാക്ഷസരാജാ ജയിക്ക ജയിക്ക നീ. സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങല കൊണ്ടല്ലേർ വർണ്ണനും ജാനകി ദേവിയെ കൊണ്ടക്കൊടുത്ത് സുഖിച്ചു വസിക്ക നീ. സംശയമെന്നിയേ നൽകുക ദേവിയെ വംശം മുടിച്ച് കളയായിക വേണമേ. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും മധ്യമായുള്ളത് ചെന്നത് കേട്ടോരോ നക്തഞ്ചരാധിപനായ ദശാസനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതും ഇത്രയേ ഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരം എന്നോട് ചൊല്ലിലാശ നീ വധിനാമെന്നാൽ അതിനില്ല സംശയം. രാത്രിയഞ്ചരാധിപൻ ഇത്തരം ചെന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോദ്ധമൻ മൃത്യുവശകതനായ പുരുഷന് സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ. ഓരും ഇവനോടിനി ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ട് നീക്കാമോ വിധിമതം. ശ്രീരാമദേവവാദാംഭോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം. ചെന്ന് തൃക്കാൽക്കൽ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലാമത്യന്മാരുമായവൻ യുദ്ധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയമിത്ര വൃത്യൗഘവും ദൂരെ പരിത്യജ രമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു തുഷ്ടനായി വീണു വണങ്ങിനാനഗ്രജന്തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാനന്നേരമാപത്തെനിക്കു വരുത്തുന്നതും ഭവൻ. രാമനെ ചെന്ന് സേവിച്ചു കൊണ്ടാലും രാമേമിങ്ങതിനില്ലെന്ന് നിർണയം. പോകയായിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയിടും എന്നത് കേട്ട് വിഭീഷണം ചൊല്ലിനാൻ എന്നുടെ താതനു തുല്യനല്ലോ ഭവാൻ. താപകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അത് സൗഖ്യമല്ല മമ. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതുമെങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രപിതാമേത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥ മന്ദിരേ രാമനായ ജാതനായ അഞ്ജനകാലേ കാലിയും സീതാവിധാനേന ജാതയായിടിനാൻ. ഭൂമിവാരം കളഞ്ഞിടുവാനായി മുതിർന്നാമോദമോടിങ്ങു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവനിൽ ദേവൻ വിധാതാവപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനൃഥാത്വം ഭവിക്കുമോ.
അചരവംശവിനാശം വരും മുമ്പേ ദശരഥിയേ ശരണം ഗതോസ്മി ഞാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയകർമ്മ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയിൽ സ്വഭാവാ കരോമി യദ്ദിൽ സകലം പരസ്മൈ നാരായണായേനി സമർപ്പയാമി. സർവം നാരായണായേനി സമർപ്പയാമി. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഹരി ഓം.